ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഹലീമാണ്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് കുത്തിയ ഗോതമ്പാണ്. ഒരു 6 മണിക്കൂർ കുതിരാൻ വെച്ച് കഴുകിയെടുത്തതാണ്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതേപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് വേവുമ്പോഴേക്കും അതിനുള്ള മസാലകൾ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തത്, 3 എണ്ണം. പിന്നെ 2 വലിയ തക്കാളി, കറിവേപ്പിലയും പിന്നെ ഒരു 5 പച്ചമുളകും. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് ചെറുതായി നുറുക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇവയൊക്കെ കൂടി നല്ലതുപോലെ ഇളക്കി നമ്മുടെ മസാല ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പും നമ്മുടെ മസാലയും നന്നായി മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയൊക്കെ കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഹലീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.